കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി നീതു ഹരീഷിനെ വിളിച്ച് ഒരു സോറി പറയാനായി പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ ലവ് റിയൽ അല്ലെന്ന അർത്ഥമെന്നും നീതു പറയുകയാ. റിയൽ ആണെന്ന് തെളിയിക്കാൻ സോറി പറയാൻ തനിക്ക് മനസ്സില്ലെന്ന് ഹരീഷും. അപ്പൊ നിനക്ക് എന്നോട് ലവ് ഇല്ലെന്ന് അർത്ഥമെന്ന് നീതുവും. അങ്ങനെ കരുതിക്കൊന്ന് ഹരീഷ് പറയേ, അത്രയേ ഉള്ളൂ അല്ലേ, ഞാൻ നിനക്ക് ആരുമല്ല എന്ന് പരിഭവത്തോടെ നീതു പറയുന്നുണ്ട്. അതേന്ന് ഹരീഷും പറയേ, ഞാൻ നിന്നോട് മിണ്ടാൻ പോകുന്നില്ല, ഇപ്പോഴേ ബ്ലോക്ക് ചെയ്യാൻ പോവുക എന്നവൾ പറയുന്നതുകൾക്ക് എന്ത് തേങ്ങ കൊലയെങ്കിലും ചെയ്യേ, പക്ഷേ ഫോൺ മാത്രം ചെയ്യാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഹരീഷ് കോൾ കട്ട് ചെയ്യുകയാ. സുധീഷ് അവിടെ കിച്ചണിൽ അപ്പോഴേക്കും എല്ലാ പാത്രങ്ങളും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. നിധി ദേ നോക്കിയേ, എല്ലാ പാത്രങ്ങളും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു പോരെ എന്നവൻ ചോദിക്കേ. ഓക്കെ, ഇനി താഴെ വീണ് കിടക്കുന്ന കടലാസും പൊടിയുമൊക്കെ അടിച്ചു വൃത്തിയാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് നിധി പറയുന്നതുകൾക്ക് അതും ഞാൻ തന്നെ ചെയ്യണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ ഞാൻ ചെയ്യണോന്ന് നിധിയും ചോദിക്കുക. അല്ല നികേഷ് എന്ന് സുധീഷ് പറയേ. മതിയിടാ ചെല്ല്, ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി ഞാൻ ചെയ്തോളാമെന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും സുഭാഷേട്ടാ സുധീഷ് ചെയ്തോളുമെന്ന് നിധി പറയുകയാ. അവൻ ചെയ്താലും അവസാനം ഞാൻ തന്നെ ചെയ്യണം, പിന്നെന്താ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അതെ, അപ്പൊ പിന്നെ ഒരാൾ ചെയ്താൽ പോരെ, താങ്ക് യു സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുന്നേരം നിധി തടഞ്ഞ്, വേണ്ട വേണ്ട, ഞാൻ അടിച്ചു വാരിത്തരാം, നിങ്ങൾ പുറത്തു കൊണ്ടുപോയി കളയി, അങ്ങനെ രക്ഷപ്പെടേണ്ടെന്ന് പറഞ്ഞ് നിധി അവിടെയെല്ലാം അടിച്ചു വൃത്തിയാക്കി വാരിക്കുട്ടി സുധീഷിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും താങ്ക് യു പറഞ്ഞ് അവൻ അത് പുറത്തേക്ക് കളയാനായി പോവുകയാണ്. അത് കഴിഞ്ഞു വന്നേ കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും പണിയുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ല, വാ എന്ന് നിധി വിളിക്കുമ്പോഴേക്കും എല്ലാവരും ഹാളിലേക്ക് പോവുകയാ. അപ്പോഴേക്കും ഹരീഷും ടെൻഷനോടെ ഹാളിൽ വന്നിരിപ്പുണ്ട്. അവനെ കണ്ട് നികേഷും, എന്താണ് ഹരീഷേട്ടാ നീതുവുമായി പിന്നെയും വഴക്കായോ എന്ന് ചോദിക്കേ. ആ, മനുഷ്യന്റെ തല പൊട്ടിത്തെറിക്കും പോലെയായി എന്ന് ഹരീഷും. നിങ്ങളുടെ പ്രേമെന്ന് പറഞ്ഞാൽ പിന്നെ അടിയും ചീത്തയും ബഹളവും ഒക്കെ തന്നെയാണല്ലോ അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷിനോടായി സുഭാഷും, അല്ല ഇന്ന് വാങ്ങിയ സാധനങ്ങൾക്കൊക്കെ നല്ല പൈസയായി കാണും അല്ലേ സുധീഷേ എന്ന് ചോദിക്കേ. എന്തായാലും സുധീഷേട്ടൻ കാശ് മുടക്കി എന്ന് പറയുന്നത് ഒരു അത്ഭുത എന്ന് ഹരീഷും പറയുന്നുണ്ട്. മുടക്കിയനെ, പക്ഷേ നിധി സമ്മതിച്ചില്ലെന്നേ. നിധിയാണ് മുഴുവൻ കാശും കൊടുത്തതെന്ന് സുധീഷ് പറയേ. നിധിയോ എന്ന് അമ്പരപ്പോടെ സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് സുധീഷ് പറയേ. എന്തിനാ മോളെ നീ ഇത്രയും കാശൊക്കെ മുടക്കിയതെന്ന് സുഭാഷേട്ടൻ അവളോടായി ചോദിക്കുന്നുണ്ട്. അതിലെന്താ ഇത്ര വലിയ കാര്യം സുഭാഷേട്ട എന്ന് നിധിയും. നമ്മുടെ വീട്ടിലേക്ക് എനിക്ക് സാധനങ്ങൾ വാങ്ങിച്ചൂടെ എന്നൊരു ചോദ്യം. പിന്നെ ഞാനെന്ത് പറയാനാ എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട്, എഴുതി അങ്ങനെ പറഞ്ഞപ്പോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് സുധീഷ് ഏട്ടനും അങ്ങോട്ട് കരുതി. ഒരു നാണോ ഇല്ലാണ്ട് അവരോട് പൈസ കൊടുത്തോളാം പറഞ്ഞില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. ഇതിലിപ്പോ ഇത്ര നാണക്കേടിന്റെ കാര്യം എന്തുവാടാ എന്ന് സുധീഷും ചോദിക്കേ. എടോ, നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ചെലവാക്കി വാങ്ങുന്നുണ്ടെങ്കിലേ ആകാശ് സുധീഷ് ഏട്ടൻ കൊടുക്കണം, അല്ലാണ്ട് ഏട്ടത്തിനെ കൊണ്ടല്ല കൊടുപ്പിക്കേണ്ടതെന്ന് ഹരീഷും പറയുകയാ. എടാ, ഇത് അവളുടെയും കൂടെ വീടാ, അത് നീ മറക്കല്ലേ ഹരീഷ് എന്ന് സുധീഷും. ഓ ആയിക്കോട്ടെ, എന്നാലും ഏട്ടത്തിക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുത്ത് കൊണ്ടു നടക്കേണ്ടത് സുധീഷ് ഏട്ടനാ, അല്ലാണ്ട് ഏട്ടത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നാണമില്ലാണ്ട് നിൽക്കണോ. അല്ലെങ്കിലും കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ പണ്ടേ ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് ഹരീഷ് അവനെ കുറ്റപ്പെടുത്തുകയാ. അത് കേട്ട് സുധീഷും, എടാ ഹരീഷേ മിണ്ടാതിരുന്നോളും കേട്ടോ, അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കരുതേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ്, ഞാൻ എന്താ അനാവശ്യമാ സംസാരിച്ചേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് സുധീഷിനെ പിടിച്ചു മാറ്റി, മതി മതി, ഇനി ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് താക്കീതോടെ പറയുന്നു. നികേഷും ഹരീഷിനോടായി, ഹരീഷേട്ടാ ഉള്ളിലുള്ള വേറൊരു ദേഷ്യം ഇവിടെ തീർക്കല്ലേ, വന്നേ വാ പറയുന്നു കേക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും നീ വിടറാ എന്ന് പറഞ്ഞ് നികേഷിന്റെ കൈ തട്ടിമാറ്റി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏട്ടത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് ഇയാൾക്ക് നാണമില്ലാത്തോണ്ടല്ലേ, ആരെങ്കിലും ചോദിച്ചില്ലെങ്കിലേ ഇതിങ്ങനെ തന്നെ ആവർത്തിക്കും എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എടാ, ഈ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവൾക്ക് സന്തോഷമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാമെന്നാന്ന് വെച്ചത് എന്ന് സുധീഷ് പറയേ. ഏട്ടത്തി മാത്രമല്ല, ആര് ഈ വീട്ടിൽ ചെലവ് ചെയ്താലും നിങ്ങൾക്ക് സന്തോഷമാണല്ലോ എന്ന് ഹരീഷും ചോദിക്കുക. അത് കേട്ട് സുധീഷും, സുഭാഷേട്ടാ ദേ ഇവനോട് പറ എന്ന് പറയേ. ഹരീഷ് വീണ്ടും, അപ്പോ സ്വന്തം കയ്യിൽ നിന്ന് കാശ് പോവില്ലല്ലോ, ആര് ചെലവാക്കിയാലും നിങ്ങൾക്കെന്താ, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നവൻ പരിഹസിക്കേ. പോക്കൃത്തരം പറയുന്നോടാ എന്ന് ചോദിച്ച് സുധീഷ് അവന്റെ കവിളത്ത് ആഞ്ഞടിക്കുകയാ. മറിഞ്ഞു വീഴാൻ പോയ ഹരീഷ് എടാന്ന് വിളിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും നികേഷ് അവനെ പിടിച്ചു നിർത്തുകയാ. സുഭാഷും സുധീഷിനെ പിടിച്ചു വെക്കുകയാ. സുഭാഷേട്ട ഇവൻ പറയുന്നത് കേട്ടില്ലേ, ഇതൊക്കെ പറയാൻ ഇവൻ അവകാശമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്ക് പറയാൻ അവകാശമുണ്ടോ, ഞാൻ നിങ്ങളുടെ പോലെയല്ല ഇവിടെ ജീവിക്കുന്നേ എന്ന് ഹരീഷും വിളിച്ച് പറയുക. പിന്നെ നീ കൊട്ടക്കണക്കിനാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്, അത്ര വലിയ കുബേരനൊന്നുമല്ല നീ, ഒരു മെക്കാനിക്കല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതെ മെക്കാനിക്കാ, അല്ലാണ്ട് ഞാൻ നിങ്ങളെപ്പോലെ വേറെ ആൾക്കാരുടെ ഓസ് അടിച്ച് ജീവിക്കല്ലടോ. എടോ, തനിക്ക് സോപ്പ് വരെ സുഭാഷേട്ടനല്ലേ വാങ്ങിത്തരണേ എന്ന് ഹരീഷ് ചോദിക്കുന്നതൾക്ക് സുഭാഷേട്ടന്റെ പിടിപിടിവിച്ച് ഹരീഷിനെ അടിക്കാനായി ചെല്ലുകയാ സുധീഷ്. അവർ രണ്ടുപേരും കെട്ടിമറിഞ്ഞ് താഴേക്ക് വീണ് ഉരുണ്ടു മറിഞ്ഞ് അടിയുണ്ടാക്കുമ്പോഴാണ് ആ ബഹളം കേട്ട് നിധി അങ്ങോട്ട് വന്ന്, അടിയുണ്ടാക്കല്ലേ നിർത്ത് എന്ന് വിളിച്ച് പറയുന്നത്. എടാ എന്തീ കാണിക്കുന്നത് ഹരീഷേ സുധീഷേ എന്ന് വിളിച്ച് സുഭാഷേട്ടൻ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ നിർത്താൻ ഭാവമില്ല. അതുകണ്ട് നിധിയും ദേഷ്യത്തോടെ അവിടെ മേശമേൽ വെച്ചിരുന്ന ഒരു പാത്രത്തിലെ വെള്ളമെടുത്ത് അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാ.
അവർ അടിനിർത്തി എഴുന്നേൽക്കുമ്പോഴേക്കും നിധിയും ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നേ ഒന്ന് മാറിയിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, അതിനുള്ളിൽ അടി തുടങ്ങിയോ? ഇതൊക്കെ കണ്ട് ഞാൻ മിണ്ടാതിരിക്കും. ഇനി വരാൻ പോകുന്ന പെൺകുട്ടി അങ്ങനെയാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ കുട്ടിയുടെ മുന്നിലും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറാൻ പോകുന്നത്? എന്തൊരു നാണക്കേടാ ഇത്. ഒന്ന് പറഞ്ഞ് രണ്ടിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലാൻ പോകുന്നേ? സംസാരിച്ചു തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? കൊച്ചു പിള്ളേരെ പോലെ കെട്ടി മറിയുന്നു. നാണമുണ്ടോ രണ്ടിനും? ആണുങ്ങളാത്രേ. എത്ര തവണ പറയണം ഇത് എന്ന് ചോദിച്ച് നിധി തന്റെ റൂമിലോട്ട് പോവുകയാ. പരസ്പരം ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഹരീഷും സുധീഷും അവിടുന്ന് പോവുകയാ. രാവിലെ ആവുമ്പോൾ നിധിയും ഹരീഷും നികേഷും എല്ലാം ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഹരീഷിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിധി പറയുന്നുണ്ട്, ദേ ഇന്നത്തെ കഴിഞ്ഞ സുഭാഷ് ഏട്ടന്റെ നിശ്ചയമാ. ദയവ് ചെയ്ത് രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത്. പറഞ്ഞേക്കാമെന്ന് അവൾ പറയേ, ഞാൻ നോർമലായിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് സുധീഷും. ഞാനും അങ്ങനെ തന്നെയാണെന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് കടയിൽ പോയി വന്ന സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നത്. നാളെ നിശ്ചയം നടക്കേണ്ട ആളാ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ കടയിൽ പോയി വന്നിരിക്കുന്നു എന്ന് നികേഷ് പറയേ, എന്നും ചെയ്യുന്നതല്ലേ, ശീലമായി കാണും, ചെയ്യാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് നിധിയും. ഇനി നിശ്ചയത്തിന്റെ തലവേദന കൂടി സുഭാഷ് ഏട്ടന്റെ തലയിൽ വെക്കരുത് എന്നവൾ പറയേ, ഇതിലിപ്പോ എന്താ ഇത്ര വലിയ തലവേദന? നമ്മളെല്ലാം കൂടി വണ്ടി കയറി സമയത്ത് അവിടെ എത്തിയാ പോരെ, ബാക്കിയെല്ലാം അവിടെയല്ലേ നോക്കുന്നതെന്ന് സുധീഷ് പറയുന്നുണ്ട്. അതെ, എന്നാലും എല്ലാം നന്നായി നടക്കണമെന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ എന്ന് നിധി പറയേ, നിശ്ചയത്തിന് അടുത്തുള്ള ആരെയും നമ്മൾ വിളിച്ചില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്തിന്? അവരുടെ വായിലിരിക്കുന്ന വർത്താനം മുഴുവൻ അവിടെ ചെന്നിട്ട് കേൾക്കാനോ? പോടാ അവിടെ നിന്ന് സുധീഷും പറയുകയാ. അടുത്തുള്ള ആളുകളോ അതോ അടുപ്പമുള്ള ആളുകളോ? ഹരീഷ് ഏട്ടനെ നീതുവിനെ വിളിക്കണമെന്നുണ്ട്, അതാണ് ഈ ഡയലോഗ് എന്ന് നികേഷ് പറയുക. അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞെന്ന് ഹരീഷും. എന്ത് പറ്റിയെന്ന് നികേഷ് ചോദിക്കേ, അവള് വന്നിട്ട് എന്തിനായെന്ന് ഹരീഷും. അത് കേട്ട് സുധീഷും, എന്താടാ രണ്ടും കൂടി വീണ്ടും ഉടക്കിലായോ എന്ന് ചോദിക്കേ, ആ വെറുതെ അല്ല വിളിക്കാത്തതല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി സുധീഷിനോടായി, അല്ല നിശ്ചയത്തിന് മോതിരം മാറണ്ടേ, അത് സുഭാഷ് ഏട്ടൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് ശരിയാണല്ലോ, ഇടാ നമ്മളത് ഓർത്തില്ല എന്ന് സുധീഷ് പറയേ, എല്ലാം ചെയ്യുന്നത് സുഭാഷ് ഏട്ടൻ തന്നെയല്ലേ, ഇതും വാങ്ങിയിട്ടുണ്ടെങ്കിലോ എന്ന് ഹരീഷ് പറയേ, നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ നിധി സുഭാഷ് ഏട്ടാന്ന് നീട്ടി വിളിക്കുക. സുഭാഷ് അങ്ങോട്ട് വന്ന്, എന്താ മോളെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോ ആവും എന്ന് പറയേ. അത് വിട്, വേറൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. നിശ്ചയത്തിന് മോതിരം മാറണ്ടേ എന്ന് അവൾ ചോദിക്കുക. മോതിരോ? അത് അവര് വാങ്ങിക്കോളുമെന്ന് സുഭാഷും. അല്ല സുഭാഷ് ഏട്ടാ, അവര് സുഭാഷ് ഏട്ടന്റെ കയ്യിൽ മോതിരം അണിയിക്കുമ്പോ തിരിച്ച് സുഭാഷ് ഏട്ടൻ ആ കുട്ടിക്ക് ഇട്ടുകൊടുക്കണ്ടേ എന്ന് നിധി ചോദിക്കേ. അത് തന്നെ, നിശ്ചയമൊക്കെ വളരെ പെട്ടെന്നായതുകൊണ്ട് അതൊക്കെ അവര് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. നമ്മൾ കാശ് കൊടുത്താൽ മതി, അടുപ്പത്ത് കൂട്ടാനുണ്ട്, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാ. സുഭാഷ് ഏട്ടന്റെ മറുപടി കേട്ട് ഹരീഷും അമ്പരപ്പോടെ, അവര് വാങ്ങുമെന്നോ? എനിക്ക് മനസ്സിലാവണില്ല, രണ്ടു കൂട്ടരും പോയി മോതിരം വാങ്ങി വരാൻ അവർക്ക് സമയമില്ലേ എന്ന് ഹരീഷ് സംശയത്തോടെ ചോദിക്കേ. എനിക്ക് ആലോചിക്കുമ്പോഴേ പേടിയാവുക എന്ന് നികേഷും പറയുന്നുണ്ട്. നീ എന്തിനാ പേടിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. നിധിയെടുത്തി വന്നപ്പോ ഇവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അത് പോവുമെന്ന് എനിക്ക് പേടിയെന്ന് നികേഷും. അങ്ങനെയൊന്നും സംഭവിക്കില്ല നികേഷേ, സുഭാഷ് ഏട്ടൻ ഈ കല്യാണക്കാര്യത്തിൽ വളരെ കോൺഫിഡന്റാ. സുഭാഷ് ഏട്ടനെ നമുക്ക് വിശ്വസിക്കാം, ആൾക്ക് നല്ലത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് 6 പേർക്കും പോവാനുള്ള ഒരു വണ്ടി റെഡിയാക്കാം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധി വീണ്ടും സുഭാഷ് ഏട്ടാ നീട്ടി വിളിക്കുക. എന്താ മോളെന്ന് ചോദിച്ച് സുഭാഷ് ഏട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് നിങ്ങളെ വല്യച്ഛനെ കൂടി വിളിച്ചാലോ എന്നവൾ ചോദിക്കുന്ന കേൾക്കെ ഹരീഷും, അയ്യോ അവരൊന്നും വേണ്ട, വെറുതെ അനാവശ്യ സംസാരമാവുമെന്ന് പറയേ. അച്ഛനും അങ്ങോട്ട് വന്ന് കണ്ണാടിയിൽ നോക്കി മുടിച്ചീകുകയാ. ഒന്നാമതേ വരാൻ പോകുന്നില്ല, പോയി വിളിച്ചാൽ തന്നെ പരിഹാസവും. എന്തിനാ വെറുതെ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് അച്ഛനോടായി, അച്ഛാ നാളെയാണ് നിശ്ചയം, അച്ഛൻ എങ്ങോട്ടും പോവരുതെന്ന് പറയേ. എടാ ഞാൻ അത്രയും പറഞ്ഞിട്ട് നീ ആ പെണ്ണിനെ തന്നെ കെട്ടാൻ പോവാണോ? ആ വിധിയെ തടയാൻ ബ്രഹ്മന് കഴിയില്ലെന്ന് പറയും, നിന്റെ തലവിധി അതായിരിക്കും. ഏതായാലും അത് കണ്ടു നിൽക്കാൻ ഞാനില്ലെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അച്ഛനും വന്നേ പറ്റൂ എന്ന് തീർത്തു പറയുന്നുണ്ട്. ഓ നീയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ കോടതി, ശരി വന്നു തുലച്ചോളാം പോരെ എന്ന് ചോദിച്ച് അച്ഛൻ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിധി എഴുന്നേറ്റ്, അച്ഛാ വെല്ലിച്ചനെ കൂടി വിളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ബകാസുരനെയോ? എന്തിന്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് വെക്കുന്നതാണോ നിന്റെ പണി എന്നച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുക. എന്തിനാ ഇപ്പൊ നിങ്ങൾ നിധിയെ ചീത്ത വിളിക്കാൻ നിൽക്കുന്നതെന്ന് സുധീഷൻ ചോദിക്കുക. ആര് ചീത്ത വിളിച്ചു എന്നാ പറയണേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കെ, അച്ഛൻ എന്നെ ചീത്ത വിളിച്ചതൊന്നുമില്ലെന്ന് നിധിയും. അവൾ വീണ്ടും അച്ഛനോടായി, അച്ഛാ നമ്മുടെ ഫാമിലിയിൽ നിന്നും കുറച്ച് ആളുകൾ ഉണ്ടാവുന്നത് നന്നായിരിക്കില്ലേ എന്ന് ചോദിക്കേ. ആ ബകാസുരം വന്നിട്ട് ഈ കുടുംബത്തിൽ ഒരു നല്ല കാര്യം പോലും നടക്കാൻ പോകുന്നില്ല, നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്ന പെറുവിറുത്തുകൊണ്ട് അച്ഛൻ അവിടുന്ന് പോവുകയാണ്. സുധീഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാ അനാവശ്യമായിട്ട് ഓരോന്ന് എഴുന്നള്ളിക്കാൻ നിൽക്കുന്നത്? അത് കേട്ട് നിധിയും, സുഭാഷ് ഏട്ടനെ കാണാതായപ്പോ വല്യച്ഛൻ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചില്ലേ, കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞു തന്നില്ലേ, അതുപോലൊരു നല്ല കാര്യം നടക്കുമ്പോ നമ്മളും അതൊന്ന് അങ്ങോട്ട് കാണിക്കണ്ടേ, എല്ലാരും കൂടി ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുന്നതല്ലേ നല്ലത് എന്നവൾ ചോദിക്കേ. അല്ല പോയിന്റ് കറക്റ്റ് ആണ്, പക്ഷെ അവര് വരണ്ടേ, വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടിയും വരും എന്ന് സുധീഷ് പറയേ. ഞാൻ പോയി വിളിച്ചോളാം, എന്നെയൊന്നും പറയില്ലെന്ന് നിധി പറയുന്നുണ്ട്. ബെസ്റ്റ് എന്ന് സുധീഷ് പറയേ. വേണ്ട മോളെ നീ പോണ്ട, ഞാൻ പോയി വിളിച്ചോളാം. സുധീഷ് പറഞ്ഞ പോലെ നിന്നെ എന്തേലും പറഞ്ഞാ അത് വിഷമമാവും
എന്നവൻ പറയേ അത് സാരമില്ലെന്ന് നിധിയും. വേണ്ടെടുത്തി സുഭാഷ് ഏട്ടൻ പോയാൽ മതി, അതാ നല്ലത്. പിന്നെ ഈ വീട്ടിലെ അല്പമെങ്കിലും സോഫ്റ്റ് കോർണർ ഉള്ളത് സുഭാഷ് ഏട്ടനോടാ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്നാ ശരി, സുഭാഷ് ഏട്ടൻ പോയി നാളേക്ക് അവരോട് വരാൻ പറഞ്ഞു നോക്ക് എന്ന് നിധി പറയേ. ശരി എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാണ്. ചായയും കുടിച്ച് സുധീഷ് മേശമേൽ കയറിയിരിക്കുമ്പോഴേക്കും നിധി അടിയിലേക്ക് ചെന്ന്, അതെ ഞാൻ സുധീഷിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കേ. എന്ത് കാര്യം എന്ന് സുധീഷും. ഇതാണ് ഏറ്റവും മാത്രം പോരാ, കുടുംബസ്നേഹം ഉണ്ടെങ്കിലേ അത് നടത്തി കാണിക്കണം എന്ന് നിധി പറയുമ്പോഴേക്കും ആ കാര്യം ഓർത്തെടുത്ത്, അയ്യോ ആ കാര്യം ഞാൻ വിട്ടുപോയി നിധി. ഷേ എന്ന് സുധീഷ് പറയേ. ഇനിയിപ്പോ ഒരു ദിവസം കൂടിയേ ഉള്ളൂ എന്ന് നിധി പറയുന്നുണ്ട്. ഇന്ന് തന്നെ ശരിയാക്കാമെന്ന് നിധിയോടായി പറഞ്ഞ്, ഹരീഷേ നമുക്ക് രണ്ടുപേർക്കും ഒരു പണിയുണ്ട് എന്ന് പറയേ. എന്താ എന്ന് ഹരീഷൻ ചോദിക്കുക. ഇട വേഗം നീ റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോണമെന്ന് സുധീഷ് പറയേ. എന്താ സുധീഷ് ഏട്ടാ എന്ന് നികേഷൻ ചോദിക്കുക. അതൊക്കെ വലിയവർ തമ്മിൽ അറിഞ്ഞാൽ മതി, കുഞ്ഞു കുട്ടികൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. എടാ നീ വേഗം വാ എന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ച് അവിടെ നിന്ന് പോവുകയാ സുധീഷ്. എന്താ എടുത്തി എന്ന് നികേഷ് നിധിയോടായി ചോദിക്കേ. ഏട്ടന്മാര് നടത്തി വരട്ടെ, അപ്പോ അറിയാലോ എന്ന് നിധിയും. പിന്നീട് സുഭാഷ് വെല്ലിച്ചനെ വിളിക്കാനായി എത്തിയിരിക്കുകയാണ്. അവനെ കണ്ട് ഗംഗാധരനും, എന്താണ് സുഭാഷെ പതിവില്ലാതെ ഇങ്ങോട്ട് എന്ന് ചോദിക്കേ. വെല്ലിച്ച, അമ്മായി എന്റെ വിവാഹ നിശ്ചയമാണ് എന്നവൻ പറയുന്നത് കേൾക്കെ അവിടെ ഉണ്ടായിരുന്ന സുനന്ദയും സന്തോഷത്തോടെ, ആണോ ഹാപ്പി ന്യൂസ് ആണല്ലോ, പെണ്ണ് എവിടുന്നാന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ അടുത്തുനിന്നാ, നമ്മുടെ കഴക്കൂട്ടത്തുനിന്ന് എന്നവൻ പറയുന്നത് കേൾക്കെ. എന്നാ നിശ്ചയം എന്നവൾ ചോദിക്കുന്നുണ്ട്. അത് നാളെയാ, പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ അതിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനായി വന്നതാ എന്ന് സുഭാഷ് പറയേ. അമ്മായിയും ക്ഷണിക്കാനോ, നിന്റെ നിശ്ചയത്തിനോ എന്നവനോടായി ചോദിച്ചേ. കേട്ടില്ല ഗംഗേട്ടാ, ഇതിന് കാരണം ഗംഗേട്ടൻ ഒറ്റയാളാ. അന്ന് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലേ, അപ്പം മുതലേ വൈരാഗ്യമെല്ലാം മറന്ന് ഒന്നായി എന്നുള്ളൊരു വിചാരമാ ഇവർക്ക് എന്നവർ പറയുന്നത് കേൾക്കെ. ക്ഷണിക്കാൻ വന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അമ്മേ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. അവൾ സുഭാഷിനോടായി, സുഭാഷ് ഏട്ടാ അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട, ഞാൻ 2-3 ദിവസം ഇവിടെയുണ്ട്, ഉറപ്പായും നിശ്ചയത്തിന് ഞാൻ വരും എന്നവൾ പറയുന്നത് കേൾക്കെ. ദേഷ്യത്തോടെ ലളിതയും, സുനന്ദേ നീ ഇവിടെ മിണ്ടാതിരുന്നോണം എന്ന് പറയുന്നുണ്ട്. ഈ ആജ്ഞയൊക്കെ പണ്ട് തള്ളക്കോഴി ചമഞ്ഞു നടന്ന കാലത്താണെങ്കിലൊക്കെ ഇപ്പൊ എനിക്ക് ചോദിക്കാൻ ആളുണ്ട്, ചോദിച്ചാൽ അശ്വിൻ എന്നെ തടയാനും പോകുന്നില്ല, ഞാൻ പോകുമെന്ന് സുനന്ദ ഉറപ്പിച്ച് പറയുന്നുണ്ട്. വെല്ലിച്ചനും സുഭാഷിനോടായി, നാളെ നിശ്ചയത്തിന് ഇന്നാണോ വന്ന് വിളിക്കുന്നത്, അതാണോ മര്യാദ എന്ന് ചോദിക്കേ. വെല്ലിച്ച, അത് ഒരാഴ്ച കൊണ്ടുണ്ടായ ബന്ധമാ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചതെന്ന് സുഭാഷും പറയുന്നുണ്ട്. നാളത്തേക്ക് ഇന്നു തന്നെ വന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളമെന്ന് സുനന്ദയും. സുഭാഷ് വെല്ലിച്ചനോടായി, വെല്ലിച്ച ബന്ധുക്കളായിട്ട് എനിക്ക് വിളിക്കാൻ വേറെ ആരുമില്ല, ഞങ്ങളോടുള്ള ദേഷ്യവും കേസുമെല്ലാം അതുപോലെ തന്നെ തുടർന്നോട്ടെ, പക്ഷേ കാരണവന്മാരുടെ സ്ഥാനത്ത് നിന്ന് അന്വേഷിക്കാൻ വെല്ലിച്ചനും അമ്മായിയും വരണം എന്ന് പറഞ്ഞ് അനുഗ്രഹത്തിനായി വെല്ലിച്ചന്റെ കാലിൽ വീഴാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെല്ലിച്ചൻ അവനെ തടഞ്ഞ്, ഏയ് അതൊന്നും വേണ്ട എന്ന് പറയുകയാ. നാളെ പോകുമ്പോ വെല്ലിച്ചനും അമ്മായിയും എന്തായാലും വരണം, അതെന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞവൻ തന്റെ അരയിൽ വെച്ച അടക്കയും വെറ്റിലയും എടുത്ത് വെല്ലിച്ചന്റെ പാദത്തിനരിയിൽ വെക്കുകയാ. അച്ഛന്റെ മുന്നിലല്ല, ആദ്യം ദക്ഷിണ വെക്കുന്നത് ഇവിടെയാ, ആശീർവാദം ഉണ്ടാവണം, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ് സുഭാഷ് ഇറങ്ങി പോവുകയാ. സുനന്ദ ചെന്ന് വെല്ലിച്ചന്റെ കാലുകളിൽ വെച്ച ആ അടക്കയും വെറ്റിലയും എടുത്ത്, ഇനിയും പോവാതിരുന്നാൽ ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല, ഇത്രയ്ക്കും മര്യാദയ്ക്ക് ആരും നിങ്ങളെ ഇതുവരെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല, ഇനി വിളിക്കാനും പോകുന്നില്ല, എന്തായാലും ഞാൻ പോവും ഉറപ്പാ എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ലളിതയും ഗംഗാധരനോടായി, പിന്നെ ഏട്ടാ പണ്ടത്തെ പോലെയല്ല, പോവെന്ന് പറഞ്ഞ അവള് പോവും എന്ന് പറയേ. അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാവോ, എന്തേ നമ്മൾ പോവാതിരുന്നെന്ന് അശ്വിൻ ചോദിച്ചാ നമ്മൾ എന്തു മറുപടി പറയും എന്ന് ഗംഗാധരൻ ചോദിക്കേ. അപ്പോ പോവാന്നാണോ ഗംഗേട്ടൻ പറയണേ എന്ന് ലളിതയും ചോദിക്കുക. ആ വന്ന് കാല് പിടിച്ചതല്ലേ, പോവാം എന്ന് വെല്ലിച്ചൻ പറയേ. ലളിതയും അത് സമ്മതിക്കുകയാ. സന്ധ്യയാകുമ്പോഴേക്കും സുധീഷ് ഹരീഷിനെയും കൂട്ടി എത്തുന്നത് ജയന്തിയുടെ വീടിന് മുന്നിലേക്കാണ്. ജയന്തിയുടെ വീടിന് മുന്നിൽ ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തി ഇറങ്ങി, ഇത് തന്നെയാണോ എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. ആരെയും കാണുന്നില്ലല്ലോ എന്ന് വീട്ടിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സുധീഷ് പറയേ. ഇത് തന്നെയാണോന്ന് ആരോടെങ്കിലും ചോദിച്ചാലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആരോട് ചോദിക്കുമിടാ എന്ന് സുധീഷ് ചോദിക്കേ. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹരീഷും വീട്ടിലേക്ക് ചൂണ്ടി ചോദിക്കുന്നുണ്ട്. അവിടെ ആരുമില്ല, വേറെ ആരോട് ചോദിക്കാനാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ഗേറ്റിലൂടെ ആ വലിയ വീട്ടിലേക്ക് നോക്കി നിൽപ്പാ. അപ്പോഴാണ് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ 2-3 ആൾക്കാർ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് സുധീഷ് ഏട്ടാ ദാ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ വിളിച്ച് അവരുടെ അരിയിലേക്ക് ചെല്ലുന്നത്. സുധീഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് അതിലൊരാളോട് ആ വീട്ടുകാരെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. അയാളിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നീ വണ്ടി എടുക്കാന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ച് വീട്ടിലേക്ക് തിരിക്കുക സുധീഷ്. അവർ ഹാളിലേക്ക് എത്തുമ്പോഴേക്കും മൊബൈൽ നോക്കി നികേഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിധി അങ്ങോട്ട് വന്ന് എന്തായി അന്വേഷിച്ചോ എന്ന് പതിയെ ചോദിക്കേ. ഓവ് ചിലതൊക്കെ അറിയുകയും ചെയ്തെന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും പതുക്കെ സുഭാഷ് ഏട്ടനെ അപ്പുറത്ത് വേസ്റ്റ് കത്തിക്കുക ആരോടാ ചോദിച്ചെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ നാട്ടിലെ 3-4 വീട്ടുകാരോട് ചോദിച്ചു, അപ്പോഴറിഞ്ഞത് എന്ന് സുധീഷ് പറയാൻ തുടങ്ങുമ്പോഴാണ് അവരെയും ശ്രദ്ധിച്ച് ചേറിൽ നോക്കിയിരിക്കുന്ന നികേഷിനെ കാണുന്നത്. എടാ നീ ഇവിടെ ഇരിക്കണ്ട, അപ്പുറത്തോട്ട് പോയേ എന്ന് സുധീഷ് അവനെ വഴക്കു പറയെ. എനിക്കറിയാം സുഭാഷിട്ടിനെ പറ്റിയുള്ള എന്തോ ഒരു രഹസ്യമാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ നികേഷ് അവിടെ തന്നെ നിൽപ്പാ. സുധീഷ് വീണ്ടും അവനെ വഴക്കു പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും
ഹരീഷ് സുധീഷിനെ തടഞ്ഞ് അവനും കൂടി അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നീതിയോടായി എടുത്തി 3-4 വീടുകൾ ഞങ്ങൾ അന്വേഷിച്ചു. ആർക്കും ആ കുടുംബത്തിനെ പറ്റി വലിയ അഭിപ്രായമില്ല. സുധീഷും പറയുന്നുണ്ട്, ആന്നേ ആ കുടുംബം മുഴുവൻ വഴക്കാളികളാ. ആ പെണ്ണ് പ്രത്യേകിച്ചും ഒരു വല്ലാത്ത ടൈപ്പാണത്രേ എന്ന് പറയേ ഹരീഷ് വീണ്ടും അതെ, നാട്ടുകാരുമായിട്ട് അവർക്കത്ര വലിയ ബന്ധമൊന്നുമില്ല. ആരും നല്ലതും പറയണില്ലെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കേട്ടിട്ട് വല്ലാത്ത പേടിയായി. അറിഞ്ഞുകൊണ്ട് നമ്മൾ സുഭാഷേട്ടനെ ഒരു കെണിയിലേക്ക് അയക്കുകയാണോന്നുള്ളൊരു പേടി. അത് മാത്രമല്ല, നമ്മുടെ വീടിനെ പറ്റിയും പുറത്താളുകൾ അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷേ നമ്മളാരും അങ്ങനെയല്ലല്ലോ. അതുപോലെ അവരെ പറ്റിയും പറയുന്നതാണെങ്കിലോ, ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് എന്ന് സുധീഷ് പറയേ എന്ന് കരുതി സമാധാനിക്കാൻ പറ്റുമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ആ വീട്ടിൽ നിശ്ചയം നടക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാനില്ല. ആളുകളുമില്ല, ഒരുക്കവുമില്ല, ആകെ ഒരു മൂകത എന്ന് ഹരീഷ് പറയുന്നവൾക്ക് കണ്ടോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്തോ കുഴപ്പമുണ്ടെന്ന്, ഇപ്പൊ കണ്ടില്ലേ എന്ന് നികേഷും ചോദിക്കുക. നമുക്ക് നാളത്തെ നിശ്ചയം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാലോ എന്ന് നിധി ചോദിക്കേ. പിന്നെ അതിന് സുഭാഷേട്ടൻ സമ്മതിക്കണ്ടേ? നല്ല കാര്യമായി എന്ന് സുധീഷും. നമ്മൾ ആ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ തന്നെ അപ്പ ന്യായീകരണവുമായി വരുന്നയാളാ സുഭാഷേട്ടൻ എന്ന് നികേഷും പറയുന്നുണ്ട്. അതെ, നമ്മൾ ഈ കാര്യവും പറഞ്ഞു ചെന്ന ആ കുട്ടിക്ക് എന്ത് തോന്നുന്നാവും പറയാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെ, സുഭാഷേട്ടന്റെ വിശ്വാസത്തിലെ ആ പെണ്ണും കുടുംബവും വളരെ നല്ലവരാ. അതിനെ മാറ്റാനൊന്നും പറ്റില്ല. നേരിട്ട് എന്തെങ്കിലും ഒരു മോശം അനുഭവം സുഭാഷേട്ടൻ ഉണ്ടാവണം, അല്ലാതെ നിശ്ചയം മാറ്റാനൊന്നും സുഭാഷേട്ടൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നണില്ല എന്ന് സുധീഷും പറയുകയാ. നിശ്ചയമല്ലേ നടക്കണുള്ളൂ, കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. അപ്പോഴേക്കും കാര്യങ്ങൾ സുഭാഷേട്ടന് മനസ്സിലാവുമെന്ന് കരുതാം. അല്ലേ എന്ന് നിധി ചോദിക്കേ. അത് കൂടുതൽ കുഴപ്പമോ എടുത്തി എന്ന് നികേഷൻ ചോദിക്കേ. ആരോ പറയുന്നത് കേട്ട് തീരുമാനിക്കരുതെന്നല്ലേ സുഭാഷേട്ടൻ പറയൂ. കല്യാണത്തിന് ഇത്രയും ഗ്യാപ്പുള്ളത് കൊണ്ട് അവരുടെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ അത് പുറത്തു വരാതിരിക്കില്ല, ഉറപ്പ് എന്ന് നിധിയും പറയുകയാ. രാത്രിയാവുമ്പോ എല്ലാവരും ഉറങ്ങാനായി കിടക്കുകയാ. സുഭാഷ് ഉറങ്ങിക്കഴിഞ്ഞും മറ്റുള്ളവർ 3 പേരും ഉറങ്ങാതെ കിടപ്പാം. അച്ഛനവിടെ ഉമ്മറത്തെ കട്ടിലിൽ ബ്രാൻഡി അടിച്ച് പാട്ടും പാടിക്കൊണ്ടിരിപ്പാം. നിധിയും ടെൻഷനോടെ ഉറങ്ങാതെ റൂമിൽ തന്നെ ഇരിപ്പാ. സുധീഷ് മറ്റുള്ളവരോടായി പറയുന്നുണ്ട്, സുഭാഷിട്ട് നല്ല ഉറക്കമാ, പാവം ഉണ്ടാവാൻ പോകുന്നത് നല്ലൊരു ബന്ധമാണെന്നുള്ള വിശ്വാസത്തിലാവുമെന്ന് ഹരീഷും പറയുക. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പെട്ടെന്നത് അങ്ങനെയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാലേ സുഭാഷിട്ടിനത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പതിയെ നമുക്ക് ബോധ്യപ്പെടുത്താമെന്ന് സുധീഷും പറയുകയാണ്. ഉച്ചത്തിൽ പാട്ടും പാടി അച്ഛൻ കട്ടിലേക്ക് കിടക്കുമ്പോഴേക്കും ടെൻഷനോടെ റൂമിൽ ഉറങ്ങാതിരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷും കൂട്ടരും നിശ്ചയത്തിനായി ജയന്തിയുടെ വീട്ടിലെത്തുന്നതും വിവാഹം ക്യാൻസൽ ചെയ്യുകയാണെന്ന് തങ്ങൾ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ അറിയിക്കുന്നതും വിവാഹം മുടങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.